വൈക്കത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC അംഗവും DCC ട്രഷററുമായിരുന്ന TJ തോമസിൻ്റെ 9ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിന് മുന്നിലും വിവിധ ഇടങ്ങളിലും രാവിലെ പുഷ്പാർച്ചന നടത്തി. വൈക്കം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബോട്ടുചെട്ടി മൈതാനിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടുത്ത ആളായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഞാനാദ്യം 98 ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ KK ബാലകൃഷ്ണൻ മാഷായിരുന്നു അന്ന് സ്ഥാനാർത്ഥിയെങ്കിലും എന്നോട് നോമിനേഷൻ കൊടുക്കാൻ പറയുകയും നോമിനേഷൻ കൊടുക്കുവാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്തുനിന്നും വൈക്കത്തേക്ക് വരുമ്പോൾ അന്ന് ശ്രീ മോഹൻജി ബാബുവായിരുന്നു കുറിച്ച് കുഞ്ഞാണ്ടി സാർ അതിൻ്റെ ഉത്തരവാദിത്വം ആദ്യം വിളിച്ച് ഏൽപ്പിച്ചത് ശ്രീ TJ തോമസിനാണ്. അദ്ദേഹത്തോടാണ് വിളിച്ച് പറയുന്നത്, സജീന്ദ്രൻ വരുന്നുണ്ട്, നോമിനേഷൻ കൊടുക്കണം. തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബാലകൃഷ്ണൻ മാഷാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അപ്പോൾ തന്നെ പിൻവലിപ്പിക്കുകയും വേണം എന്ന് കുഞ്ഞാണ്ടി സാർ. മണ്ഡലം പ്രസിഡന്റ് സോണി സണ്ണി അധ്യക്ഷത വഹിച്ചു. TJ തോമസ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും അദ്ദേഹം ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇന്ന് ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു അനുസ്മരണ പൊതുസമ്മേളനം നടത്തുന്നത്. ഈ പൊതുസമ്മേളനത്തിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് പറയുവാനായിട്ടുണ്ട് എന്നറിയാം. എങ്കിൽ കൂടി ഒരു പൊതുസമ്മേളനത്തിന് ഏറ്റവും യോഗ്യനായ വ്യക്തിത്വം തന്നെ വേണം അതിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ. KPCC അംഗം മോഹൻ D. ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ലീലാമ്മ തോമസ്, അക്കരപ്പാടം ശശി, അബ്ദുൽ സലാം റാവുത്തർ, PD ഉണ്ണി, അയ്യേരി സോമൻ, B. അനിൽകുമാർ, MK ഷിബു, പ്രീത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.